ബഹുമാനപ്പെട്ട ശ്രീ E.T. ടൈസൺ മാസ്റ്റർ, മത്സ്യബന്ധന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. റിയാഡ് ഗ്രാമപഞ്ചായത്തിലെ അഴീക്കോട് മേഖലയിൽ ഏകദേശം 4500 മത്സ്യത്തൊഴിലാളികളും 1000-ൽ പരം അനുബന്ധ തൊഴിലാളികളും ജോലി ചെയ്യുന്നു. സ്വകാര്യ വ്യക്തികളുടെ അധീനതയിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ സ്ഥലപരിമിതി മൂലം ചില സന്ദർഭങ്ങളിൽ മത്സ്യം ഫ്രീസ് ചെയ്യാൻ പറ്റാത്തതിനാൽ തർക്കങ്ങളും വാക്കേറ്റങ്ങളും ചിലപ്പോൾ അപകടങ്ങളും സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2008-ൽ പുതിയ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിനായി ഭരണാനുമതി ലഭിക്കുകയും ആ പദ്ധതി 2009-ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സൗരാഷ്ട്ര സിമൻറ്റ് കമ്പനിയുടെ സ്ഥലത്തിൻ്റെ വാട്ടർ ഫ്രണ്ടേജ് 50% നഷ്ടപ്പെടുമെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി തുടർന്ന് പണി നിർത്തിവെച്ചു. ഈ ഉത്തരവിനെതിരെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇടപെടുകയും കേസ് തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഹാർബർ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏക ആശ്രയമാണ് അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ. ഇതിൻ്റെ പണി തുടങ്ങുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം അഴിമുഖത്തിൻ്റെ ആഴം കൂടുതലും ഇരുകരകളിലെ പുലിമുട്ടുകൾ സ്ട്രോങ് ആയതിനാലും അതിന് വേണ്ടുന്ന ചെലവുകൾ കുറവായി വരുന്നു എന്നുള്ളതാണ്. ഇത്തരം അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. ഗുണനിലവാരത്തോടെ മത്സ്യം ലേലം ചെയ്യുന്നതിനും മത്സ്യത്തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി പ്രത്യേകം പരിഗണന നൽകി മത്സ്യമേഖലയെ ദീർഘകാലത്തെ ഈ ആവശ്യം ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയുടെ വേണ്ടി ടേബിൾ ചെയ്യുന്നു. ഓക്കെ.